ഇന്നത്തെ മാംഗല്യം സീരിയലിലെ ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനാണ് ധനുഷ് എന്താണ് സീക്രട്ടായിട്ട് അവന്തികയെ വിളിച്ചിട്ട് അവന്തികയോട് പറയുന്നുണ്ട്, നീ ഒന്ന് ചെന്ന് നോക്ക് അവന്തികയെ, നിന്റെ ഡമ്മി കെട്ടിയവൻ അവൻ്റെ അനിയന്മാരെ എല്ലാവരും നിന്ന് അകത്തുനിന്ന് സേതുമാധവനൊക്കെ ആയിട്ട് നിന്ന് ഉരുകുന്ന നിനക്കാണ്. അതിനുള്ള പണിയൊക്കെ ഈ ധനുഷ് ഒപ്പിച്ചിട്ടുണ്ട്. കോടികളാണ് മറിച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ ചിലപ്പോൾ ഈ കളിയൊന്ന് മാറ്റി പിടിക്കും, അത് നിനക്കിനി നാളെ രാവിലെ അറിയാവുന്നതേ ഉള്ളൂ എന്ന് അവന്തികയോട് പറയുന്നു. പക്ഷേ ഇവർ കണ്ടില്ല എന്ന രീതിയിൽ അച്ചു ഇവരുടെ പിറകിൽ തന്നെ ഉണ്ട് എന്നതാണ് ഇന്നത്തെ സീരിയലിൻ്റെ വേറൊരു ഹൈലൈറ്റ്. അപ്പോൾ ഇന്നത്തെ ഡീറ്റെയിൽ റിവ്യൂ നോക്കാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ധനുഷ് എന്താണ് ആ റൂമിൻ്റെ അകത്തിരുന്ന് കവളും തടവി ആലോചിക്കുവാണ്. മാറി മാറി അർച്ചന തന്നെ അടിച്ചത്, അർച്ചന തൻ്റെ ചെവിക്കുറ്റിക്കിട്ട് അടിച്ചത് ആലോചിച്ച് ഓരോ വെട്ടും ആ അടി മുഖത്ത് വീഴുമ്പോൾ എങ്ങനെ ഞെട്ടൽ വരും. ആ ഞെട്ടൽ ഓരോ വെട്ടും ആ ബെഡ്റൂമിൽ ഇരുന്ന് പോലും ആ അടിയുടെ ഞെട്ടൽ തീരാതെ ധനുഷ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അതായത് പെണ്ണിൻ്റെ അടിയുടെ ഒരു സ്ട്രെങ്ത് എന്താണെന്നുള്ളത് ഇപ്പോഴാണ് ധനുഷ് മനസ്സിലാക്കുന്നത്. അല്ലാതെ അവന്തികയെ പോലെ താൻ വലിയ സംഭവം എന്ന് കാണിച്ചുകൊണ്ട് നടന്നിട്ട് ധനുഷിനെ പോലത്തെ ഏഴാം കൂലികളെയൊക്കെ സ്വന്തം കൈപ്പിടിയിലേക്ക് നിർത്താൻ പോലും പറ്റാതെ അവൻ്റെ കുരങ്ങ് പോലെ പാവ പോലെ കളിക്കുന്ന അവന്തിക അല്ല അർച്ചന എന്ന കാര്യം ഇന്ന് ധനുഷിന് മനസ്സിലായിട്ടുണ്ട്. അതായത് എല്ലാ പെണ്ണുങ്ങളെയും ഒരുപോലെ വളയ്ക്കാനും പറ്റിക്കാനും പറ്റത്തില്ല. ചില ഇനങ്ങൾ പുലികളാണെന്നും പെൺപുലികളാണെന്നും ഇന്ന് ധനുഷിന് മനസ്സിലായതിൻ്റെ ഒരു നേരമാണ്. ധനുഷിന് ബെഡ്റൂമിൽ നിന്ന് സഹിക്കാൻ വയ്യ. എന്നാൽ ത്തേക്ക് ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കെന്ന അടുത്ത പൊടിപ്പുരമായിട്ട് നമ്മുടെ എന്താണ് നന്ദൻ കയറി ധനുഷിനോട് തന്നെ, ഹലോ ധനുഷ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അകത്ത് കയറി വരാമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും സാർ വന്നോളൂ. ഇത് കാണുമ്പോഴത്തേക്ക് അർച്ചന എല്ലാം പറഞ്ഞാൽ തോന്നുന്നു. ഇന്നത്തോടെ എൻ്റെ ഇവിടുത്തെ നിലനിൽപ്പെല്ലാം പൊട്ടി. എല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ഈ പ്രതിസന്ധി ഒന്ന് തരണം ചെയ്യും. എനിക്കിനി പറയാനൊരു കാര്യം, ഇന്നത്തോടെ ഇവിടുത്തെ പൊറുതി ഇന്ന് അവസാനിച്ചാൽ തോന്നുന്നു. നന്ദനോട് എല്ലാ കാര്യം അർച്ചന പറഞ്ഞിട്ടുണ്ട്. ഇവളെ കൊണ്ട് എനിക്കൊരു ശല്യമാണല്ലോ, ഇനി എന്ത് പറഞ്ഞ് നന്ദൻ്റെ അടുത്ത് രക്ഷപ്പെടുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്ദൻ പറയാം, ധനുഷ് ഒന്ന് പുറത്തേക്ക് വരും, എനിക്കൊരു കാര്യം അത്യാവശ്യം സംസാരിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് സത്യമാണ് നന്ദൻ എല്ലാം അറിഞ്ഞിട്ടുണ്ട്. സാർ എന്ത് ചെയ്യണം സാർ, ഗാർഡനിലേക്ക് വന്നാൽ മതി, ധനുഷിനെ അവിടെ കാത്തിരിക്കാന്ന് പറഞ്ഞിട്ട് ധനുഷിൻ്റെ റൂമിൽ നിന്ന് നന്ദൻ അങ്ങ് പുറത്ത് പോവാണ്. ധനുഷിന് ഇതും കൂടെ ആയപ്പോഴത്തേക്കും ഭയങ്കര ടെൻഷൻ. കാരണം എന്താ വെച്ചാൽ ധനുഷ് ആലോചിക്കുവാണ്, എല്ലാം അറിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ നന്ദൻ ഇങ്ങനെ മുഖവരയിട്ട് സംസാരിക്കുന്ന ഒരു കൂട്ടത്തിനകത്തല്ല, അർച്ചന എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കും ധനുഷ് എന്താണ് ഓടിച്ചാടി ഗാർഡൻ ഏരിക്ക് എങ്ങനെയെങ്കിലും ഇതിനൊന്ന് പ്രതിസന്ധി കിടക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഗാർഡൻ ഏരി പോകുമ്പോഴത്തേക്കും നന്ദൻ അവിടെ ഡെസ്പായി നിന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ്. എനിക്കറിയത്തില്ല ധനുഷ്, ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ധനുഷ് വീണ്ടും ഉറപ്പിക്കുകയാണ്, എൻ്റെ കാര്യം തന്നെ എല്ലാം അറിഞ്ഞ്, കാരണം ഇങ്ങനെ എൻ്റെ അടുത്ത് ഭയങ്കര വിശ്വാസമൊക്കെ വെച്ചിരുന്നത് ഞാൻ എന്നെ ഇവിടെ പൊറപ്പിക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല എന്നൊക്കെ അർച്ചനയുടെ മുന്നിൽ പറഞ്ഞിരുന്ന അർച്ചന ഈ ഒരു കാര്യം പറഞ്ഞപ്പം ഇങ്ങേർക്ക് എൻ്റെ അടുത്തുള്ള അഭിപ്രായം എല്ലാം പോയി കാണും. ഇനി ഇതോടെ തീർന്നു, ഇവൻ്റെ കയ്യിൽ നിന്ന് അടി മേടിക്കാനുള്ള എല്ലാ പരിപാടിയും ഒപ്പിച്ചിട്ടുണ്ടെന്നുള്ള രീതിക്ക് തിരിക്കുമ്പോഴത്തേക്കും നന്ദൻ വീണ്ടും മുഖവര ഇട്ട് തന്നെ സംസാരിക്കുവാണ്. അതായത് ഞാൻ ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഇനി ഇതെങ്ങനെ ഞാൻ ഇത് തരണം ചെയ്യണമെന്ന് എനിക്കൊരു കാര്യം അറിയത്തില്ലെന്ന് പറയുമ്പോഴത്തേക്ക് പണി ആയല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് പെട്ടെന്ന് പറയുന്നത്, ഇന്ന് വരെ ഇങ്ങനത്തെ ഒരു അബദ്ധം എൻ്റെ കയ്യിൽ നിന്ന് സംഭവിച്ചിട്ടില്ല എന്ന് നന്ദൻ പറയുമ്പോഴത്തേക്ക് ഇത് വേറെ എന്തോ കാര്യമാണ്, വെറുതെ കയറി വാ കൊടുക്കാൻ നിൽക്കണ്ട, സാർ എന്തോ പറയാൻ വന്നേ തെളിച്ച് പറഞ്ഞ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് ധനുഷ് പറയുമ്പോഴത്തേക്കും, എന്ത് പറയാനാണ് ധനുഷ്, ഞാൻ ഇന്ന് വരെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോയിട്ടില്ല, എൻ്റെ അച്ഛൻ്റെ മുന്നിൽ ഞാൻ എങ്ങനെ നിൽക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഇന്ന് വരെ നെല്ലിശ്ശേരിയിൽ സേതുമാധവൻ 6 മുന്നിൽ തോറ്റ ചരിത്രമില്ല. സേതുമാധവൻ ഇന്ന് വരെ ചെയ്ത കളികളെല്ലാം ജയിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ആ സേതുമാധവൻ ഞാനായി എൻ്റെ അശ്രദ്ധ കൊണ്ട് തോപ്പിച്ചു തോന്നുന്നു. സാധാരണ രീതിയിൽ നമ്മൾ ടെൻഡർ വെക്കാൻ നേരത്ത് ഞാൻ എൻ്റെതായിട്ട് ഒരു കൺസീൽ ടെൻഡർ വെക്കുന്നതാണ്. ഈ വട്ടം അങ്ങനത്തെ ഒരു കൺസീൽ ടെൻഡർ വെക്കാൻ എൻ്റെ കയ്യിൽ നിന്ന് കുറേ ഭാഗപ്പിഴ വന്നു പോയി. നമ്മുടെ ധനുഷ് മനസ്സിലാക്കുക, അതെങ്ങനെ കിട്ടാതിരിക്കും, കൺസീൽ ടെൻഡർ മുക്കിയവൻ ഞാൻ തന്നെ അല്ലേ, പിന്നെ നിനക്കൊക്കെ ഈ ഒരു പാര തരാൻ അല്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനാടാ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ധനുഷ് മനസ്സിൽ ആലോചിച്ചുകൊണ്ട് ഇരിക്കുവാണ്. നന്ദൻ പറയും, എൻ്റെ കയ്യിൽ തന്നെ സംഭവിച്ച ഭാഗപ്പെടെയാണ്. അപ്പം ചോദിക്കുന്നുണ്ട്, ഇവനെ ഒന്നും അറിയാതെ പറഞ്ഞേ, സാർ നമ്മുടെ ഓഫീസിൽ നിന്നെങ്ങാനും ഈ ടെൻഡർ ചോർന്നതാണോ? അല്ല ധനുഷ്, നമ്മുടെ ഓഫീസിൽ നിന്ന് ഒരിക്കലും ചോർന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് വേറൊരു സ്ഥലമുണ്ട്, അവിടുന്ന് നമ്മൾ സീൽഡ് ടെൻഡർ കൊടുത്ത ആ ഭാഗത്ത് തന്നെ ആയിരിക്കും ഈ ടെൻഡർ പുറത്തേക്ക് ഔട്ടായിരിക്കുന്നത്, ലീക്കായിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കത് കണ്ടുപിടിക്കണം. ഉടനെ ധനുഷ് പെട്ടെന്ന് ആലോചിച്ചൊരു വാക്ക് കൊടുക്കുകയാണ്, സാർ പോയി സമാധാനമായിട്ട് കിടന്നുറങ്ങും. എനിക്കിത് ആലോചിച്ചൊരു സമാധാനം ഇല്ലടോ, എൻ്റെ അച്ഛൻ്റെ മുന്നിൽ ഞാൻ എന്ത് പറയുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാനായി തന്നെ സേതുമാധവൻ ഇന്ന് വരെ കെട്ടിപ്പടുത്തി എല്ലാം തകർക്കുവാണോ എന്നൊരു പേടിയായിപ്പോയി. എനിക്ക് ഇതുപോലത്തെ ഒരു സങ്കടം ഇന്ന് വരെ തോന്നിയിട്ടില്ല. ഇങ്ങനത്തെ ഒരു നിസ്സഹായ അവസ്ഥയിൽ ഞാൻ ഇതുവരെ ബിസിനസ്സിൽ വന്ന് നിന്നിട്ടില്ല ധനുഷ് എന്ന് പറയുമ്പോഴത്തേക്കും ധനുഷ് അറിയാണ്, നിനക്കിട്ട് ഞാൻ പാര തരാനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ എന്നിരുന്നാലും ഞാൻ തൽക്കാലം ഒന്ന് കളി ഒന്ന് മാറ്റി പിടിച്ച് നോക്കാം. സാർ ഒരു കാര്യം ചെയ്യും, സാർ സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങും. നാളെ എന്തായാലും സാറിന് ഇതിനകത്തൊരു പോസിറ്റീവായ റെസ്പോൺസ് ഞാൻ തന്നിരിക്കുന്നു പറയുമ്പോഴത്തേക്കും ധനുഷിൻ്റെ ഈ വാക്ക് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര മോട്ടിവേഷനൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. എന്ത് പറയാനാ, സാർ ഒരു രീതിയിൽ ഭയപ്പെടേണ്ട, ധനുഷ് സാറിന് തരുന്ന ഒരു വാക്കാണ്. നാളെ ആകുമ്പോഴത്തേക്കും സാറിന് ഒരു പോസിറ്റീവായ റെസ്പോൺസ്
പെർഫോമൻസ് ഈ ഒരു വിഷയത്തിൽ കിട്ടിയിരിക്കും സാർ, ഉറപ്പാണ്, സാർ പോയി സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നു പറഞ്ഞിട്ട് നന്ദൻ എന്താണ് ഉറങ്ങാനായി പറഞ്ഞു വിട്ടിട്ട് നന്ദൻ്റെ ഭാര്യയായ അവന്തിക കയറി വിളിക്കുവാണ് ധനുഷ്. അത് രാവിലെ സ്നേഹയായിട്ടായിരുന്നെങ്കിൽ ഇനിയിപ്പോൾ അവന്തികയായിട്ട് ചൊല്ലണ്ടേ, അതുകൊണ്ട് അവന്തികയെ വിളിക്കുകയാണ്. ഒന്ന് അർജൻറ്റായിട്ട് പുറത്തിറങ്ങി വാ, ഞാൻ ഗാർഡൻ ഏരിയക്കുന്നുണ്ട്, എനിക്ക് നിൻ്റെ അടുത്ത് അത്യാവശ്യമായിട്ട് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് അന്നേരം നമുക്കറിയത്തില്ല ഇത് അവന്തികയെ വിളിക്കുന്നത്. അപ്പോഴത്തേക്ക് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കും ഇനി സ്നേഹമാണോ വരാൻ പോകുന്നത് അവന്തികയാണോ വരാൻ പോകുന്നത് നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് വരും നമ്മുടെ അവന്തികയാണ് വരുന്നത്. അവന്തിക ഒരു സാരിയെ കൂടെ നല്ല എന്താണ് സൂപ്പറായിട്ട് അവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും നീ എന്തിനാ വിളിച്ചത്, എന്നെ എന്തിനാ വിളിച്ചത്, നീ വേഗം പറ എന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേന് അടുക്കള വശത്തുനിന്ന് നേരെ ഗാർഡൻ ഏരിയയിൽ എന്താണ് ആ ചെയർ കാണാൻ പറ്റുമല്ലോ, ആ ഭാഗത്ത് അടുക്കള വശത്ത് ഇപ്പോൾ ആര് വന്നെന്നറിയോ, നമ്മുടെ അച്ചു എന്താണ് രാത്രിത്തെ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് തോന്നുന്നത്. അപ്പം അർച്ചന കൂടെ എന്താണ് ധനുഷിനെ അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. പക്ഷേ ധനുഷ് അർച്ചനയെ ശ്രദ്ധിച്ചില്ല. അപ്പോഴത്തേക്ക് അവന്തിക പറയുകയാണ് നീ എന്തിനാ എന്നെ വിളിച്ചത്, ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ധനുഷ്, നമ്മളിവിടെ വെച്ച് ഇങ്ങനെ കാണുന്നത് ഭയങ്കര അപകടമാണ്, ആരെങ്കിലും കണ്ടാൽ നിന്നെ എന്നെ ഇതുപോലെ ഒരു സാഹചര്യത്തിൽ കണ്ടാൽ അതോടെ നമ്മുടെ കാര്യങ്ങളെല്ലാം തീർന്ന്, നീ എന്തിനാണ് വിളിച്ചത്, അയ്യോ ഞാൻ നിന്നെ വിളിച്ചത് നിനക്കൊരു സന്തോഷം തരുന്ന കാര്യം പറയാം, സന്തോഷം തരുന്ന കാര്യം ദുഃഖം തരുന്ന കാര്യം നിനക്ക് അവിടെ നിൽക്കട്ടെ, നീ വേഗം പറയുന്നെങ്കിൽ പറ, എനിക്ക് ഇവിടുന്ന് വേഗം പെട്ടെന്ന് പോകണം, ആരെയും അന്ന് തന്നെ ഓർമ്മയില്ലേ നന്ദൻ്റെ മുന്നിൽ നമ്മൾ ചെന്ന് പെടേണ്ടതെന്ന്, എന്നിട്ട് നമ്മൾ രക്ഷപ്പെട്ടതാണ്, ഇവിടെ ചുറ്റിനും ക്യാമറയെക്കാളും ശല്യമാണ് ഇവിടുത്തെ മനുഷ്യരെ കൊണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ധനുഷ് പറയും നീ ഒന്ന് അടങ്ങ്, ഞാൻ നിനക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണ്. അങ്ങനെ അവന്തികയുടെ ആഗ്രഹത്തിലേക്കുള്ള ആദ്യത്തെ പടി, നെല്ലിശ്ശേരിയുടെ പതനത്തിൻ്റെ ആദ്യത്തെ ആണിക്കല്ല് ഇന്നത്തെ ദിവസം ധനുഷ് അടിച്ചിരിക്കുവാണ്. അതായത് നിൻ്റെ കെട്ടിയവനെ നീ പോയി അങ്ങോട്ട് നോക്ക്, നിൻ്റെ ഡമ്മി കെട്ടിയവനെ നിൻ്റെ അവൻ്റെ അനിയന്മാരൊക്കെ നിന്ന് സേതുമാധവനായിട്ട് നിന്ന് ഉരുകുന്ന നിനക്ക് പോയി കാണാം, എന്തോ സംഭവിച്ചത്, നീ എന്തോ ചെയ്തതെന്ന് പറ എന്ന് അവന്തി ആവശ്യത്തിൽ പറയുമ്പോഴത്തേക്കും ധനുഷ് പറയുന്നുണ്ട് ഇന്ന് കമ്പനിക്ക് കിട്ടാനുള്ള സീൽഡ് ടെൻഡർ ഒരെണ്ണം ഞാൻ അങ്ങ് മുക്കി, അത് ഞാൻ മറിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ എന്താണ് നന്ദൻ്റെ ആ സങ്കടം, നന്ദൻ എന്തുമാത്രം സങ്കടപ്പെട്ട് ധനുഷിനടുത്ത് ആ കാര്യങ്ങൾ പറഞ്ഞു അതെല്ലാം അവന്തികടുത്ത് പറയുകയാണ്. നന്ദൻ്റെ സങ്കടം കേട്ടപ്പോഴത്തേക്കും അവന്തികയുടെ മുഖം മൊത്തം എന്താണ് 1000 വാട്ട് ബൾബ് കത്തിയ പോലെ ഭയങ്കര പ്രകാശിച്ച് സന്തോഷത്തിരിക്കും. കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണ് എനിക്ക് നിൻ്റെ അടുത്ത് ഒരു വിശ്വാസമായത്, ഞാനതിലേ പറഞ്ഞു നീ സില്ലിയായ കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ നമുക്ക് തമ്മിൽ പിണങ്ങി നടക്കാതെ ധനുഷ് നിനക്ക് പറഞ്ഞ വാക്ക് എത്രയും വേഗം പൂർത്തിയാക്കിയിരിക്കും. ഈ വീട്ടിനകത്ത് നമ്മുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിന് മാത്രമല്ല നമ്മുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് കൂടാതെ ഇവന്മാരെ സർവ്വ സ്വത്തും അടിച്ചു മാറ്റി നമുക്ക് ഒരു പുതിയ രാജകീയമായ രീതിക്കകത്ത് ഒരു സിംഹാസനം പണി നമുക്ക് അതിനകത്ത് നല്ല പോലെ വാഴണം എന്നതും കൂടെയാണ് ധനുഷിൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോഴത്തേക്ക് അവന്തിക്ക് എന്താണ് ഭയങ്കര സന്തോഷമാണ്. എത്രയും വേഗം നീ കാത്തിരുന്നോ, ഞാനുമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടി നമുക്ക് ഇവിടുന്ന് എത്രയും വേഗം ഇവിടെ നമുക്ക് ഓടാൻ പറ്റുമെന്ന് പറയുമ്പോഴത്തേക്കും അതാണ് എൻ്റെ ആഗ്രഹം, എത്രയും വേഗം നമുക്ക് ഇവിടുന്ന് പോകണം, ഇവിടെ കണ്ടില്ലേ ഭയങ്കര ശല്യങ്ങളെന്ന് പറഞ്ഞിങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ അവന്തിക പെട്ടെന്ന് കാണുന്നുണ്ട്, നമ്മുടെ അർച്ചനയെ കാണുന്നുണ്ട്. അർച്ചന പക്ഷേ അവന്തിയെ കണ്ടിട്ടില്ല. അപ്പോഴത്തേക്ക് എന്താണ് അവന്തിക അങ്ങ് മരച്ചോട്ടിലേക്ക് ഒളിഞ്ഞ് മാറി നിൽക്കുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ അച്ചു നേരെ നോക്കുന്നു, ഒരു സെക്കൻഡിന് ഗ്യാപ്പല്ല അത്, അല്ലെങ്കിൽ അവന്തിക കണ്ടേനെ. പക്ഷേ ആരും ഒരു സ്ത്രീയുടെ രൂപം മിന്നിമായിന്ന് മാത്രം അർച്ചനെ കണ്ടിട്ടുണ്ട്. അപ്പോഴത്തേക്കും ധനുഷ് ഉടനെ എന്താണ് ഒന്നുമില്ലാതെ ഇങ്ങനെ പെട്ടെന്ന് ആലോചിച്ചുകൊണ്ട് പെട്ടെന്ന് കയ്യിൽ നിന്ന് ഫോൺ എടുത്തിട്ട് ചെവി വെച്ച് ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ട് അർച്ചനയെ കൂടെ നോക്കുമ്പോഴത്തേക്കും അർച്ചനയുടെ മുഖത്ത് നോക്കുന്ന ധനുഷിൻ്റെ ഓർമ്മ വരുന്നത് ചെവിക്കല്ലിട്ട് കെട്ടി ഒറ്റ അടിയും അതിൻ്റെ നെട്ടൽ അവൻ്റെ മോന്തയ്ക്കകത്ത് കാണുന്ന നമ്മുടെ അർച്ചന കണ്ടിട്ട് അർച്ചനയ്ക്ക് ചിരി വരുവാണ്. നിനക്ക് ഞാൻ തന്ന ഡോസ് മരുന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അർച്ചന അവനെ ഒരു നോട്ടം നോക്കിയിട്ട് അർച്ചന ചിരിച്ചുകൊണ്ട് എന്താണ് അവിടെ നിന്ന് അങ്ങ് കിച്ചണിൽ നിന്ന് പോവാണ്. അപ്പോഴത്തേക്കും വീണ്ടും ധനുഷ് അവനെയും തമ്മിൽ വീണ്ടും സംസാരിക്കും. ഇതല്ലേ ഞാൻ പറഞ്ഞേ, ഇവിടെ കണ്ടോ ഇവളെ എൻ്റെ പിറകെ ഉണ്ട്, എന്നെക്കുറിച്ച് എന്തെങ്കിലും ഒരു കുറ്റം കണ്ടു കിട്ടിയാൽ മതി, എന്നെ ഇവിടുന്ന് പുറത്താക്കാനായി ഇവളെ കാത്ത് നടക്കുവാണെന്ന് പറഞ്ഞിട്ട് അർച്ചനയെക്കുറിച്ച് നമ്മുടെ അവന്തിക പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് അതൊന്നും പേടിക്കണ്ട, ഇനി ഈ കുടുംബത്തിൻ്റെ സാമ്രാജ്യം അടിച്ച് തള്ളി തകർത്തിട്ടേ നമ്മൾ ഇവിടുന്ന് ഇറങ്ങത്തുള്ളൂ, അതിനുള്ള ആദ്യത്തെ പടിയാണ്. പക്ഷേ ഇത് ഞാൻ എൻ്റെ ബിനാമിയുടെ പേരിലാണ് ഞാനിപ്പം ഈ പറയുന്ന ടെൻഡർ ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് ആ വർക്ക് നടക്കുന്നതിൻ്റെ ഇടയ്ക്കകത്തുള്ള പ്രോഫിറ്റ് കിട്ടും. അത് കൂടാതെ ഇത് ഒരു കമ്പനിക്ക് മറിച്ച് വിട്ടാൽ പോലും ഒരു കോടികൾ കിട്ടുന്ന ഒരു കളിയാണെന്ന് പറയുമ്പോൾ അവനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം 30 ലക്ഷം രൂപ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റുന്ന വ്യക്തിക്ക് കോടികൾ ബിസിനസ് കിട്ടുന്നത് പിന്നെ സന്തോഷമില്ലാതിരിക്കുമോ? അപ്പോഴത്തേക്ക് ആ സന്തോഷം എനിക്ക് സന്തോഷമായി, ഞാൻ നിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി തന്നെ പോരാടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അവന്തിക, അത് ഞാൻ തീർച്ചയായിട്ടും ചെയ്തിരിക്കുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്താണ് ഉറപ്പ് കൊടുക്കുകയാണ്. എന്നാൽ അവൻ്റെ മനസ്സിൽ ഒരു പറ്റിക്കുന്ന ഭാവത്തിൽ തന്നെയാണ് അവൻ നിൽക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും അവന്തിക്കാം, നാളെ ഞാൻ ഈ കളിയൊന്ന് തൽക്കാലം നമ്മൾ കോടികളൊന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ ഈ കളിയൊന്ന് മാറ്റി പിടിക്കാൻ നോക്കുക, അത് പിന്നെ നാളെ നിന്നെ കണ്ട് മനസ്സിലാകും. അതെന്തായാലും ആവട്ടെ എന്ന് പറഞ്ഞാൽ അവന്തിക്ക് സന്തോഷമായി. അവന്തിക പറയും ഞാൻ എന്നാൽ കയറി ചെല്ലട്ടെ, നീ ഇനിയിപ്പോൾ സന്തോഷമായിട്ട് പോയി കിടന്ന് ഉറങ്ങുക അവന്തിക, കാരണം നീയും ഞാനും കൂടെ ഒരുമിച്ചുള്ള ജീവിതം കയ്യെത്തും ദൂരത്ത് തന്നെയാണ് ഇരിക്കുന്നത്, അത് ഉടൻ തന്നെ നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെട്ട് നമ്മളെന്താണ് ആ ഒരു ജീവിതം കണ്ടെത്തുമെന്ന് പറഞ്ഞിട്ട് ഉറപ്പ് കൊടുത്ത് അവന്തിക സന്തോഷത്തിൽ പോയി കിടന്ന് ഉറങ്ങുവാണ്. ഈ അവന്തികയെ നോക്കണം, കാരണം തൻ്റെ ജീവിതം വീണ്ടും സുരക്ഷിതമാക്കാൻ നോക്കുമ്പോൾ അനിയത്തിൻ്റെ ജീവിതം പടുകുഴി പാതാളത്തിൽ ഇട്ടാലും കുഴപ്പമില്ല, അവളുടെ ജീവിതം അവിടുന്ന് രക്ഷപ്പെടുത്താൻ അജയ് ഘോഷിൻ്റെ കയ്യിൽ നിന്ന് ഒരു പരിപാടിയും ചെയ്യുന്നില്ല, തനിക്ക് ധനുഷുമായിട്ട് ജീവിക്കണമെന്ന് മണ്ടത്തരത്തിൽ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നേരം വെളുത്തപ്പോഴത്തേക്കും നമ്മുടെ എന്താണ് മീര എടുത്ത് ഓട്ടോയ്ക്കകത്ത് വന്ന് ഇറങ്ങുവാണ്.
പൈസ കൊടുത്ത് അകത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ അവധിയും കൂടെ മുറ്റത്തേക്ക് അങ്ങ് വരുവാണ്. ഞാൻ വിചാരിച്ചതേ ഉള്ളൂ, ആതിരെ കണ്ടപ്പോൾ ആതിരയുടെ കൂടെ ഉള്ള വാലിനെ കണ്ടല്ലോ, നീങ്ങി വന്നല്ലോ. നിനക്ക് അവിടെ കാണും നിൻ്റെ വീട്ടിൽ ഇരുന്നാൽ പോരെ, എന്തിനാ ആതിരെ നോക്കാനായിട്ട് ഇവിടെ വരുന്നത്? ഇവിടെ ഞങ്ങൾ നോക്കാനായിട്ട് 3 പേരുണ്ടല്ലോ ആതിരെ. അത് തന്നെ അവധിക്ക് പ്രശ്നം. അച്ചു ഉണ്ടെന്നുള്ളത് തന്നെ എനിക്ക് ധാരാളം മതി, അച്ഛന് നോക്കാം. പിന്നെ അച്ഛന് ഇടയ്ക്കിടയ്ക്ക് എത്രയൊക്കെ ധൈര്യശാലിയാണ്, ഇടയ്ക്കിടയ്ക്ക് എന്താണ് ഭയങ്കരമായിട്ട് ചില കാര്യത്തിന് അങ്ങ് മനസ്സങ്ങ് വിഷമിക്കും. അങ്ങനെയുള്ളപ്പോൾ ഒരു ഉഷാറ കൊടുക്കാൻ വേണ്ടി ഞാനൊന്ന് എന്താണ് ഒരു ഉദ്ദേശം കൊടുക്കാൻ വേണ്ടി വന്നതാ. അപ്പം പിന്നെ അച്ഛൻ കയറി അങ്ങ് കളിച്ചോളും. നീ നോക്ക്, നീ മോട്ടിവേറ്റ് ചെയ്ത് അവന്തിക്കെതിരെ അച്ഛൻ എന്താണ് കളിപ്പിക്കാൻ പറ്റുമോ നീ നോക്ക്, അങ്ങനെ അവളെ ജയിപ്പിക്കാൻ പറ്റുമെന്ന്. അത് നോക്കാൻ തന്നെയാണ് അവന്തിക്ക് വന്നിരിക്കുന്നത്. അവന്തിക്ക് ഒരു രീതിയിലും വിഷമിക്കേണ്ട. ഒരു കാര്യം പറയട്ടെ, അവന്തിക്ക് വിചാരിക്കുന്ന ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. പിന്നെ അവന്തിക്ക് ഇവിടെ ഉള്ള ഒറ്റൊരു കാരണം കൊണ്ട് തന്നെയാണ് ഞാനിവിടെ ആതിരയുടെ കുഞ്ഞിനെ നോക്കാമെന്ന്. കാരണവേ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുമല്ലേ, കുഞ്ഞിനെ എന്താണ് നശിപ്പിക്കുന്നു വന്നിട്ട്. അപ്പോൾ അതിന് നീ എന്തൊക്കെ വഴി ഒരുക്കുന്നോ അതൊന്നും പറ്റിക്കാതിരിക്കാനുള്ള മാർഗം ഞാൻ നോക്കണ്ടേ. ഈ മീര അങ്ങനെ ചുമ്മാ ഇരുന്നാൽ പറ്റൂ? ഒന്നുമില്ലെങ്കിൽ അവൾ എൻ്റെ അനിയത്തിയല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് നീ നോക്ക്, അവന്തിക ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി മീരയല്ല, ഇനി വൃന്ദാവനത്തിനകത്തുള്ള എല്ലാവരും കെട്ടി എഴുന്നള്ളി ഇവിടെ വന്നാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. അവന്തിക ആതിര പ്രസവിക്കുന്നില്ലെന്ന് പറഞ്ഞെങ്കിൽ ആതിര ഒരിക്കലും പ്രസവിക്കില്ല. അവന്തിക എന്നെ ചിരിപ്പിക്കല്ലേ. കാരണം 7 മാസം കൊണ്ട് അവന്തികയ്ക്ക് നടന്നിട്ടില്ലാത്ത കാര്യമാണ് ഇനി നടക്കാൻ പോകുന്നത്. അതൊരിക്കലും നടക്കാൻ പോകില്ല. ആതിര പ്രസവിക്കുകയും ചെയ്യും. ആ കുഞ്ഞിനെടുത്ത് നിന്നെ കൈ ഞാൻ തരുന്നു പറഞ്ഞെങ്കിൽ എന്നെ തന്നു ഇരിക്കുക അവന്തിക എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ വേറൊരു കാര്യം പറയട്ടെ. അവന്തിക വിചാരിക്കുന്ന കാര്യങ്ങൾ അവന്തിക്ക് തന്നെ സംഭവിക്കുന്നുള്ളൂ. അവന്തികയുടെ അബോർഷൻ ഉൾപ്പെടെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. കാരണം അവന്തിക്ക് അറിയാലോ, ദൈവം സ്വന്തമായിട്ട് തന്നതിനെയോ നോക്കാനായിട്ട് പ്രാപ്തിയില്ലാതെ പിന്നെ ഞാൻ അടുത്തവൻ്റെ വയറ്റിൽ കിടക്കുന്നതിനും കൂടെ ഇല്ലാതാക്കാനായിട്ട് ഇറങ്ങുന്നത്. നിനക്ക് ഈ ചിന്ത മാറ്റി വെച്ച് നന്നായിക്കൂടെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അവന്തിക്ക് അങ്ങ് വളിച്ചു പോയി നിൽക്കുവാണ്. കാരണം ദൈവം തന്നതിനെ പോലും സൂക്ഷിക്കാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞത് ആലോചിച്ച് അവന്തിക്ക് ചമ്മി നിൽക്കുമ്പോഴത്തേക്കും മീര അങ്ങ് അന്തസ്സായിട്ട് അകത്ത് കയറി പോകുമ്പം അങ്ങ് സ്റ്റെപ്പ് കയറുമ്പോഴാണ് കാണുന്നത് നമ്മുടെ എന്താണ് സന്ദീപും ആതിരയും കൂടെ ഒന്ന് ഭക്ഷണം കഴിക്കുന്ന കാണുന്നത്. നീ ഇവിടെ ഉണ്ടായിരുന്നു, നീ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വന്നെങ്കിൽ എനിക്ക് ആ ഓട്ടോക്കൂലി ലാഭിച്ചുകൂടായിരുന്നു ആതിരെ. നീ എന്ത് പറഞ്ഞിട്ടാണ് ഇവൾ ഇങ്ങോട്ടേക്ക് വന്നത്? എന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. നിന്നെ പക്ഷേ മുഖത്തിന് എന്തോ ഒരു ഭാവം ഉണ്ടല്ലോ, എന്തോ അതിലെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ മുഖത്തിന് എന്ത് പ്രശ്നം? പിന്നെ എന്തിനാ നീ ഓടിച്ചാടി ഇങ്ങോട്ടേക്ക് വന്ന്? ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതേ എല്ലാവരും അനുപേട്ടനെ പോലത്തെ ഭർത്താക്കന്മാരല്ല. ചില ഭർത്താക്കന്മാർക്ക് ഭാര്യമാരിവിടെ ഇല്ലെങ്കിൽ ഇച്ചിരി പ്രശ്നം കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് എന്താണ് ആതിര നമ്മുടെ സന്ദീപിനെ രൂക്ഷമായിട്ട് നോക്കും. അതായത് മനസ്സിൽ നിന്ന് ഇപ്പോഴും ആതിരയ്ക്ക് സംശയം എന്ന് പറഞ്ഞ് പോയിട്ടില്ല. സന്ദീപിനാണെങ്കിൽ ഒരു പിണ്ണാക്ക് മനസ്സിലായില്ല ഇവളെന്തോ പറയുന്നത്. ഉടനെ ഇവളെന്തോടാ പറയുന്നത് എന്ന് പറഞ്ഞ് ചോദിക്കുന്നത്. കാരണം അപ്പോഴത്തേക്കും ആതിര പ്ലേറ്റും കൊണ്ട് അകത്തേക്ക് അങ്ങ് ദേഷ്യത്തിൽ അങ്ങ് പോയി. അപ്പോഴത്തേക്ക് ഇവളെന്തോടാ പറഞ്ഞ് എന്ന് മീര എടുത്തി എന്താണ് സന്ദീപിനോട് ചോദിക്കും. തമ്പുരാനറിയാം ഇവളെന്തോ പറഞ്ഞ്. അപ്പോഴത്തേക്ക് മീര എടുത്തി അതൊന്നും വലിയ കാര്യമൊക്കെ നേരെ മേളിലേക്ക് അങ്ങ് കയറി ചെല്ലും. മേളിൽ കയറി ചെല്ലുമ്പോൾ അച്ചു എന്താണ് ആലോചിച്ചിരിക്കുന്നത്. അച്ചു നീ ആലോചിക്കുന്നത് എന്താണെന്ന് മനസ്സിലായി, അവന്തിക്ക് എങ്ങനെ പുറത്താക്കണം എന്നല്ലേ ആലോചിക്കുന്നത്. അത് പക്ഷേ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നിനക്ക് സംശയമുള്ള രീതിക്കകത്ത് തന്നെ അവന്തികയ്ക്കും ധനുഷും തമ്മിൽ ഇനി എന്തെങ്കിലും വല്ല ബന്ധം ഉണ്ടെങ്കിൽ തന്നെ അയ്യേ നമുക്ക് എങ്ങനെ ആരോടെങ്കിലും ഇവിടെ പറയാൻ പറ്റും? പറയാൻ പോയാൽ നമ്മൾ മോശക്കാരായി മാറും. അതാ വലിയ കാര്യം. പിന്നെ നമ്മൾ പറഞ്ഞ എല്ലാം സത്യമാണെന്ന് അവന്തിക സമ്മതിച്ചു തരുമോ? എനിക്ക് തോന്നുന്നത് അവൻ ഭയങ്കര വലിയ തട്ടിപ്പുകാരനായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഇതൊന്നും നമുക്ക് പുറത്ത് പറയാൻ ആർക്കും പറഞ്ഞാൽ നാണക്കേടല്ലേ. എനിക്ക് അതല്ല മീര എടുത്ത് എൻ്റെ പ്രശ്നം. ഇപ്പം എന്താണ് അവൻ സ്നേഹയുടെ പിറകെ കൂടെ കൂടിയിരിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. സ്നേഹയുടെ പിറകിലോ അത് പിന്നെ അവൾ കുറച്ച് ദിവസം നോക്കും. അവൻ ശരിയല്ല എന്ന് കാണുമ്പോൾ അവൾ തന്നെ അവൻ എന്താണ് കളഞ്ഞിട്ടങ്ങ് പോയിക്കോളും. പിന്നെ ഈ പ്രായത്തിൽ നമ്മൾ എത്ര ഉപദേശിച്ചാലും അത് നിൽക്കത്തില്ല. ഞാൻ ഇത്ര ഉപദേശം ഒരു രീതിയിൽ നടന്നില്ല. അതല്ല മീര എടുത്തി പ്രശ്നം. അവൻ ബെഡ്റൂം വരെ വന്ന ബന്ധമായി പോയി. അപ്പോഴത്തേക്കും മീര നെട്ടിരിക്കും. ബെഡ്റൂം വരെ വന്ന ബന്ധമോ? അപ്പോഴത്തേക്കും അർച്ചന പറയുന്നുണ്ട് അന്ന് ബെഡ്റൂമിനകത്ത് ഇങ്ങനെ രണ്ടുപേരും സംസാരിച്ച് കൈയും കൊടുത്ത് കെട്ടിപ്പിടിക്കാറായി നിന്നപ്പോഴത്തേക്കും ഡാ എന്ന് പറഞ്ഞിട്ട് കയറി ചെന്ന് അവൻ്റെ ചെപ്പക്കുറ്റി കിട്ട് ഒറ്റ അടി കൊടുത്തതും അവനെ ബെഡ്റൂമിൽ നിന്ന് പുറത്താക്കിയതും. നീ അന്നത്തെ ദിവസം എല്ലാവരെയും വിളിച്ചു കൂട്ടി ഈ കാര്യങ്ങളൊക്കെ പറയണം. ഇനിയിപ്പോൾ അതോ ചെയ്തില്ല, ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബെഡ്റൂം വരെ വന്ന ഈ പെണ്ണിന് അല്ലെങ്കിൽ എന്താണ്? അവൻ 4 പഞ്ചാര വാക്ക് പറഞ്ഞു തന്നിട്ട് ഈ വീഴാൻ പോയി ഇവളെ പറഞ്ഞാൽ മതിയല്ലോ. എനിക്ക് തോന്നുന്നു ഇവ മിക്കവാറും ഒരു വിവാഹ തട്ടിപ്പ് വീരനായിരിക്കും. അല്ലെങ്കിൽ കാണുന്ന എല്ലാ പെമ്പിള്ളാരും ഇങ്ങനെ വളയ്ക്കാനായിട്ട് നിൽക്കുമോ ഇവൻ എന്താ പറയുമ്പോഴത്തേക്ക് നമുക്ക് അവളുടെ കാര്യം. ഞാൻ ഒരു കാര്യം പറയട്ടെ അർച്ചനെ, ആ പെണ്ണിനെ കയറി നീ ഇനി കൂടുതൽ ഉപദേശിക്കാനൊന്നും പോകില്ല. കാരണം നമ്മൾ കൂടുതൽ ഉപദേശിക്കാൻ പോയാൽ നീ അവളെ ശത്രുവായി മാറുന്നല്ല, വേറൊന്നുമില്ല. ഏട്ടത്തി എനിക്ക് അങ്ങനെ അങ്ങ് വിട്ട് കളയാൻ പറ്റുമോ? നമ്മുടെ ആതിരമോളെ പോലെ തന്നെയല്ലേ ഞാൻ ഈ വീട്ടിൽ വന്ന കാലം തൊട്ട് എൻ്റെ കൈ തൂങ്ങി നടന്ന പെണ്ണാണ് അവൾ. ഇനി കരയുന്ന എനിക്ക് സഹിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഈ ഉപദേശിക്കുന്നത്. അതൊക്കെ ശരി തന്നെ, പക്ഷെ നമ്മൾ ഉപദേശിച്ചിട്ടും ഒരു പരിധിയില്ല. ഞാൻ ഇനി എന്ത് ഉപദേശിക്കാനാണ് ഏട്ടത്തി? കാരണം ബെഡ്റൂം വരെയുള്ള ബന്ധത്തിന് ഇനി എങ്ങനെ തടഞ്ഞു നിർത്താനാ എന്ന് പറയും.
മീരടുത്ത് പറയുന്നു, ഞാൻ ഒരു കാര്യം പറയട്ടെ അർച്ചന, ഇനി ഒറ്റൊരു കാര്യമേ ഉള്ളൂ. നീ അന്നോ എല്ലാവരും വിളിച്ച് ഈ കാര്യം അറിയിപ്പിച്ചില്ല. ഇത് ഇനിയിപ്പോൾ നീ നന്ദൻ്റെ അടുത്തോ സച്ചിയുടെ വല്ലതും പറയും. നന്ദേട്ടൻ പറഞ്ഞ് ഞാൻ പറയും. എനിക്ക് അന്ന് തോന്നിയ സംശയം കൊണ്ട് ഞാൻ മനഃപൂർവ്വം കയ്യിൽ നിന്ന് പറയാമെന്നേ പറയത്തുള്ളൂ. അതിനെ വലിയ മുഖവരയ്ക്ക് എടുക്കത്തില്ല. അപ്പോൾ ഒറ്റൊരു കാര്യമുള്ളൂ അച്ചു, നീ ഒരു കാര്യം ചെയ്യണം അച്ചു. നീ ഇത് സച്ചിയോട് തുറന്ന് പറയണം. അവന്തികയുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയണം. എന്നാലല്ലേ ഒരു ഇച്ചിരി ഇങ്ങനെ സച്ചിക്ക് മനസ്സിലാവത്തുള്ളൂ. ഒരു ഇച്ചിരിയെങ്കിലും മനസ്സിലുണ്ടെങ്കിലല്ലേ അവന്തികയുടെ പെരുമാറ്റം കൊണ്ട് അവർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ സ്നേഹയുടെ കാര്യം നീ സത്യസന്ധമായിട്ട് അങ്ങ് സച്ചിയോട് തുറന്ന് പറയണം. നീ എന്തിനാ എല്ലാ ടെൻഷനും കൂടെ വലിച്ചു വാരി നിന്റെ തലയിട്ട് വെച്ചുകൊണ്ട് നടക്കുന്ന അച്ചു എന്ന് പറയുമ്പോഴത്തേക്കും സച്ചിയേട്ടനോട് പറയാം, പക്ഷെ അവന്തികയുടെ കാര്യം എങ്ങനെ പറയാം എന്നാലോചിച്ച് അങ്ങ് നിൽക്കുന്നതാണ് ഇന്നത്തെ സീരിയലിൻ്റെ ടോട്ടൽ റിവ്യൂ. അപ്പോൾ എല്ലാവർക്കും റിവ്യൂ ഇഷ്ടപ്പെടുന്ന വിചാരിക്കും. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ ഇച്ചിരി കുറവാണ്, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്